നമസ്കാരം, ഞാൻ പൂജ വിജയൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC. മല്യയ്ക്ക് നോട്ടീസ്. സാമ്പത്തിക തിരിമറിയിൽ വിജയ് മല്യയ്ക്ക് സുപ്രീം കോടതി നോട്ടീസ്. SBI ഉൾപ്പെടെ 17 ബാങ്കുകളിൽ നിന്ന് വാങ്ങിയ 7000 കോടിയുടെ വായ്പ തിരിച്ചടയ്ക്കാത്തതിൽ 2 ആഴ്ചയ്ക്കകം മറുപടി നൽകാൻ നിർദ്ദേശം. ഉത്തരവ് മല്യയ്ക്കെതിരെ ബാങ്കുകളുടെ കൺസോർഷ്യം നൽകിയ ഹർജിയിൽ. അതേസമയം മധ്യരാജ്യാവ് വിജയ് മല്യ ഇന്ത്യ വിട്ടതായി അറ്റോർണി ജനറൽ. ബാങ്കുകൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിൽ മല്യയെ ഇന്ത്യ വിട്ടുപോകാൻ അനുവദിക്കരുതെന്നും ആവശ്യം. നാണം കെട്ട പിന്മാറ്റം. മെത്രാൻ കായൽ സംബന്ധിച്ച് വിവാദ ഉത്തരവ് സർക്കാർ പിൻവലിച്ചു. മന്ത്രിസഭായോഗത്തിലെ തീരുമാനം നടപടിക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്നു തന്നെ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ എറണാകുളം കടമക്കുടിയിലെ കൃഷിഭൂമി നികത്താനുള്ള അനുമതിയും റദ്ദാക്കി. അതേസമയം ഒരിഞ്ച് ഭൂമി നികത്താൻ പോലും അനുമതി നൽകിയിട്ടില്ലെന്ന വിചിത്ര ന്യായവുമായി മുഖ്യമന്ത്രി. സർക്കാർ വ്യവസ്ഥ പാരിസ്ഥിതിക അനുമതിക്ക് വിധേയമായി പദ്ധതി നടപ്പാക്കാൻ. മെത്രാൻ കായൽ ടൂറിസം പദ്ധതി ഉൾപ്പെട്ടിരുന്നത് LDF സർക്കാരിന്റെ കർമ്മ പരിപാടികളിലെന്നും ഉമ്മൻചാണ്ടി. സ്വകാര്യ ടൂറിസം പദ്ധതിക്ക് കോട്ടയത്ത് 378 ഏക്കറും എറണാകുളത്ത് 47 ഏക്കറും നികത്താൻ അനുമതി നൽകിയ സർക്കാർ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് ഇന്നലെ. റവന്യൂ വകുപ്പ് നടപടിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് സുധീരനും TN പ്രതാപനും VD സതീശനും അടക്കമുള്ള നേതാക്കൾ. വിവാദ ഉത്തരവ് പിൻവലിച്ചത് കയ്യോടെ പിടിക്കപ്പെട്ടതുകൊണ്ടെന്ന് VS. വോട്ട് ലക്ഷ്യം വെച്ച് 100 കണക്കിന് ഏക്കർ ഭൂമിയിൽ സർക്കാർ തിരിമറി നടത്തി. വൻകിടക്കാർക്ക് ഭൂമി പതിച്ചു നൽകിയ മറ്റു ഉത്തരവുകളും റദ്ദാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. മാറ്റത്തിനായി മൂന്നാം മുന്നണി. ഇടതു വലതു ചേരികൾക്ക് ബദലായി കേരളത്തിൽ മൂന്നാം മുന്നണിക്ക് കാഹളം. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കേരള ഘടകം പ്രഖ്യാപിച്ച് BJP BDJS നേതാക്കളുടെ സംയുക്ത വാർത്താ സമ്മേളനം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരു കക്ഷികളും ഒന്നിച്ച് മത്സരിക്കുമെന്ന് കുമ്മനം രാജശേഖരൻ. സീറ്റ് വിഭജന ചർച്ചകൾ 10 ദിവസത്തിനകം പൂർത്തിയാക്കും. മുന്നണിയിലേക്ക് കൂടുതൽ കക്ഷികളെ പ്രതീക്ഷിക്കുന്നു. മൂന്നാം ചേരിയുടെ വരവ് ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. ഇടതു വലതു മുന്നണികളുടെ കടുത്ത അവഗണനയ്ക്കെതിരെ ധർമ്മജനസേന പ്രതികരിക്കുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. ജയരാജൻ ജയിലിൽ. കതിരൂർ കേസിൽ CBIയുടെ ചോദ്യം ചെയ്യലിനായി P ജയരാജൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ. കോടതിയുടെ അനുമതിയോടെയുള്ള ചോദ്യം ചെയ്യൽ വൈകിട്ട് 6 മണി വരെ. പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്ന CBI ഹർജി ഉപാധികളോടെ അനുവദിച്ചത് ഇന്നലെ. പ്രതിയെ പൂർണ്ണമായും കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന CBI ആവശ്യം കോടതി നിരാകരിച്ചു. സെൻട്രൽ ജയിലിൽ പുറത്തുനിന്ന് ഇടപെടലുകൾ ഇല്ലാത്ത സ്ഥലത്ത് ചോദ്യം ചെയ്യലിന് സൗകര്യമൊരുക്കാനും നിർദ്ദേശം. കുരുക്കഴിക്കാൻ ക്രൈംബ്രാഞ്ച്. ബാർക്കോഴ കേസ് ഗൂഢാലോചനയിൽ SP സുകേഷിനെതിരെ അന്വേഷണം തുടങ്ങി. ക്രൈംബ്രാഞ്ച് SP ഉണ്ണിരാജന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിക്കുന്നത് രഹസ്യമൊഴിക്കൊപ്പം ബിജു രമേശ് ഹാജരാക്കിയ CD-യിലെ വിവരങ്ങൾ. കൂടുതൽ പരിശോധനകൾക്കായി CD ഫോറൻസിക് ലാബിലേക്ക് അയക്കാനും തീരുമാനം. ബാർ ഉടമകളുമായി ചേർന്ന് സുകേശൻ ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് വിജിലൻസ് ഡയറക്ടർ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ശുപാർശ ചെയ്തത് ഫെബ്രുവരി 5-ന്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2685 രൂപ, പവൻ 21,480 രൂപ. വെള്ളി ഗ്രാമിന് 40.54 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.